പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും പ്രഭാത വന്ദനം. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ മോവാബ്യരും അമ്മോന്യരും മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വന്ന സാഹചര്യത്തിൽ യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തത് നാം വായിക്കുന്നു. യഹോശാഫാത്തിൻ്റെ ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം സുഗമമായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വലിയ യുദ്ധം നേരിട്ടത്. ഓർക്കാപ്പുറത്തുള്ള ഈ യുദ്ധത്തിൽ ശത്രുക്കളുടെ ബലം തിരിച്ചറിഞ്ഞ യഹോശാഫാത്ത് അത് നിമിത്തം തനിക്ക് ഭയമുണ്ടായി. ഭയപ്പെട്ട് പരിഭ്രമിച്ച് നെട്ടോട്ടം ഓടുന്ന ഒരു യഹോശാഫാത്തിനെ നാം ഇവിടെ കാണുന്നില്ല. പകരം ദൈവത്തെ അന്വേഷിക്കാൻ മനസ്സ് വയ്ക്കുന്ന ഒരു യഹോശാഫാത്തിനെ. യഹൂദയിലെല്ലാം പ്രസിദ്ധം ചെയ്ത് എല്ലാവരും ഒരുമിച്ച് കുഞ്ഞുങ്ങളും കുട്ടികളും ഒക്കെ അടക്കം ഉപവാസത്തിനായി കടന്നു വന്നു. തൻ്റെ ഹൃദയം തുറന്ന് ആത്മാർത്ഥതയോടെ ദൈവത്തോട് യഹൂദദേശം മുഴുവൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ലേവ്യൻ്റെ മേൽ വന്ന് അവൻ ദൈവനിയോഗിതനായി പ്രവചിച്ചു പറഞ്ഞു, ഈ പടയിൽ പൊരുതേണ്ട കാര്യം നിങ്ങൾക്കില്ല. യഹൂദയും യെരൂശലേമിലുമായുള്ളവരെ നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ, യഹോവ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറയിച്ചു. ആ വാക്കിൽ ധൈര്യപ്പെട്ട യഹോശാഫാത്തും യഹൂദരും ദൈവത്തിലുള്ള അവരുടെ ധൈര്യം അത് വെളിപ്പെട്ടപ്പോൾ അവരുടെ ഉള്ളിലെ ഭയമെല്ലാം മാറി. ദൈവം തങ്ങളുടെ കൂടെയുണ്ട് എന്ന ബോധ്യം വന്നപ്പോൾ അവർ ധൈര്യപ്പെട്ടു. യഹൂദർ ഒരുമിച്ച് കൂടിയെന്നറിയുമ്പോൾ യുദ്ധത്തിനായി കടന്നു വന്ന മോവാബ്യരും അമ്മോന്യരും മെയൂന്യരിൽ ചിലരും യുദ്ധസന്നദ്ധരായി ഇറങ്ങി വന്നു. യുദ്ധത്തിന് ജനം കടന്നു വന്നപ്പോൾ യഹോശാഫാത്ത് ചെയ്തത് അവർ പാടി സ്തുതിച്ചു തുടങ്ങിയെന്ന്. ശത്രുക്കൾ യുദ്ധത്തിനായി സന്നാഹം ഒരുക്കുമ്പോൾ അതിനായി ആവേശം കാണിച്ചപ്പോൾ ദൈവത്തെ പാടാനും സ്തുതിക്കാനും അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ ദയ എന്നേക്കുമുള്ളതെന്ന് ആർത്തു വിളിക്കാനും യഹോശാഫാത്തും ടീമും തയ്യാറായി. അവർ പാടി സ്തുതിച്ചപ്പോൾ മോവാബ്യനും അമ്മോന്യർക്കും മെയൂന്യർക്കും നേരേക്ക് ദൈവം പ്രതിയിരിപ്പുകാരെ വരുത്തി ഒരു വലിയ പരാജയം അവർക്കുണ്ടായി. 3 ദിവസമാണ് ഇസ്രായേൽ ജനം കൊള്ള പങ്കിട്ടത്. വലിയ സമ്പത്ത് അതുമൂലം യഹോശാഫാത്തിനും യഹൂദർക്ക് ലഭിക്കാനിടയായി. ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളിൽ ഭയപ്പെട്ട്
ചെയ്യാൻ പാടില്ലാത്തതിലേക്ക് മനസ്സ് വയ്ക്കാൻ തയ്യാറാകാതെ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് യഹോശാഫാത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ദൈവത്തിൽ ധൈര്യപ്പെടാനും ദൈവവചനത്തിൽ വിശ്വസിക്കാനും ദൈവത്തെ ആരാധിക്കാനൊക്കെ മനസ്സ് വെച്ചതുകൊണ്ട് ആ യുദ്ധം അവർക്കൊരനുഗ്രഹമായി മാറി. വലിയ സമ്പത്ത് അവർക്ക് ലഭിക്കാൻ കാരണമായി. പ്രിയമുള്ളവരെ, പ്രതിസന്ധിയിൽ സാഹചര്യങ്ങളെതിരായി നിൽക്കുമ്പോൾ ഭയം വരാം. ഭയപ്പെടുന്ന നാളിൽ ദൈവത്തെ അന്വേഷിക്കാൻ മനസ്സ് വയ്ക്കൂ. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു വരും. നേരിടുന്ന പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കി ദൈവം മാറ്റും. ആകയാൽ ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തിങ്കൽ ധൈര്യപ്പെടാനും എല്ലാവരുടെ മേലും ദൈവകൃപ ദൈവം പകരട്ടെ. സ്വർഗീയ പിതാവേ, ഇന്നേ ദിവസം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും യഹോശാഫാത്തിനെ പോലെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ ധൈര്യപ്പെട്ട് ദൈവത്തിൽ ആശ്രയിപ്പാൻ കൃപ നൽകണമേ. സ്തുതിയുടെ ശക്തി അവർ തിരിച്ചറിഞ്ഞതുപോലെ ദൈവത്തെ ആരാധിക്കാനുള്ള ജനത്തിന്റെ താല്പര്യം വർദ്ധിക്കണം. എല്ലാ മഹത്വം അങ്ങേക്ക് വരണം. അങ്ങയുടെ സഹിත നിരന്ന ശുഭത ഇന്ന് പകൽ നിന്റെ ജനം അനുഭവിച്ച് അനുഗ്രഹീതരാകാൻ കൃപ ചെയ്യണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.